നമ്മുടെ അനുമോൾ ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനുമോൾ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ അക്ബറിനെയും അതേപോലെ നെവിനെയുമാണ്. നെവിൻ്റെ കാര്യത്തിൽ പറയുന്നത് നെവിൻ ഇവിടെ ഒരു നല്ല രീതിയിൽ അനുമോളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നെവിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഇത് നോമിനേഷൻ കേൾക്കാൻ വേണ്ടി നമ്മുടെ ആര്യൻ ആ ടൈമിൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ നെവിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ നടന്ന വഴക്കുകളെക്കുറിച്ചൊക്കെയാണ്. ടാസ്കിൻ്റെ ഇടയ്ക്ക് നടന്നതായിക്കോട്ടെ, അതേപോലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴുള്ള അനുമോളോട് കാണിച്ച അവൻ്റെ ദേഷ്യവും പേഴ്സണൽ ഗ്രഡ്ജിനെ കുറിച്ചൊക്കെയാണ് അനുമോൾ സംസാരിക്കുന്നത്. അവന് ഫുഡ് വേണ്ടിയിട്ടായിരുന്നില്ല, പക്ഷേ മനഃപൂർവ്വം ഫുഡ് കൊടുത്തു എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ട് അവൻ ഒരുപാട് ഉപദ്രവിച്ചെന്നും അതേപോലെ തൻ്റെ പേഴ്സണൽ സാധനങ്ങളൊക്കെ എടുത്തെറിയാൻ കൊണ്ടുപോയെന്നും പിന്നെ നോമിനേഷൻ വരുന്ന സമയത്ത് മാത്രം അനുമോളുടെ അടുത്ത് പ്രത്യേകമായിട്ടൊരു സ്നേഹം കാണിക്കും, അല്ലാത്ത സമയത്ത് പഴയതുപോലെ ബിഹേവ് ചെയ്യും. ഇപ്പം നെവിനെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്, ലാലേട്ടൻ വന്ന് പുറത്ത് എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളതൊക്കെ അവന് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. അതേപോലെ നെവിൻ ഇവിടെ എന്ത് കാണിച്ചാലും ചെയ്താലും തന്നോട് എന്ത് ചെയ്താലും ഇവിടെ ലാലേട്ടൻ അത് ചോദിക്കത്തില്ല, അതേപോലെ ബിഗ് ബോസ് ചോദിക്കത്തില്ല. ഒക്കെ അനുമോൾ അതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് ഇവർ കാണിക്കുന്നതൊക്കെ. അപ്പം അനുമോളെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണെന്നുള്ള രീതിയിൽ, ബിഗ് ബോസും ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുകയെന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോൾ സംസാരിക്കുന്നത്. ബിഗ് ബോസ് ഒന്നും നെവിനെ വഴക്ക് പറയാറില്ല, അല്ലെങ്കിൽ അവൻ പറയുന്നതിന് വിലക്കാറില്ല എന്നുള്ളത് അനുമോൾക്കത് മനസ്സിലായ അനുമോൾ അത് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ്. അക്ബർ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്ന കാര്യവും മറ്റുള്ളവരെ നോക്കാതെ കളിക്കുന്ന കാര്യവും വൃത്തിയായിട്ട വാക്കുകൾ അക്ബർ പറയുന്ന കാര്യമൊക്കെയാണ് അനുമോൾ സംസാരിക്കുന്നത്. എന്നോട് ചെയ്തതൊക്കെ ഞാൻ മറന്നു, എന്നിട്ട് ഞാൻ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, പക്ഷേ ഫുഡ് ഉണ്ടാക്കിയിട്ട് അനുമോളെ കാല് വാരി അവർ രണ്ടുപേരും കൂടി അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അക്ബർ മറ്റുള്ളവർക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിലും തനിക്ക് നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് അക്ബറിനെ തോന്നുന്നില്ല എന്നും അനുമോൾ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അനുമോളുടെ വിഷമങ്ങൾ സഹിതം അനുമോൾ ആ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അക്ബറും ആര്യനും ഒക്കെ വന്ന് അവിടെ ഇരിപ്പുണ്ട്. അക്ബർ അനുമോളെ കളിയാക്കാൻ വേണ്ടി കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ടും അനുമോൾ അതൊന്നും മൈൻഡ് ചെയ്ത് അനുമോളുടെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അനുമോളുടെ നോമിനേഷൻ കറക്റ്റായിട്ട് തന്നെ ചെയ്തു.